എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജയൻ പ്രഭാകർ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ ടൂൾസാണ് ഞാൻ ഉപയോഗിക്കുന്നത് വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട്. ഞാൻ ആദ്യം എൻ്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഫോണിലാണ്. റെഡ്മി നോട്ട് 7 എന്ന് പറയുന്ന ഫോണിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. റീസെൻ്റ്ലിയാണ് ഞാൻ അപ്ഗ്രേഡ് ചെയ്തത്. ഏതൊക്കെ ടൂൾസാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന ക്യാമറ പാനാസോണിക് ലൂമിക്സ് G95 എന്ന് പറയുന്നൊരു ക്യാമറയാണ്. ഞാനൊന്ന് കാണിക്കാം. ആമസോണിൽ ഇത് അവൈലബിൾ ആണ്. ലൂമിക്സ് G95. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ക്യാമറ. പാനാസോണിക് ലൂമിക്സ് G95, ദിസ് വൺ. അതുപോലെ ഞാൻ യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് വൺ ഞാൻ യൂസ് ചെയ്യുന്നത് ഡിജിടെക്കിൻ്റെയാണ് ട്രൈപോഡ്. അതായത് ക്യാമറ വെക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡ്, ട്രൈപോഡ് സ്റ്റാൻഡ് ഡിജിടെക് എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. ആമസോണിൽ അത് അവൈലബിൾ ആണ്. ഈ ഉപയോഗിക്കുന്ന ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു കണ്ടൻസർ മൈക്രോഫോൺ, ഇത് ഫിഫൈൻ എന്ന് പറയുന്നൊരു കമ്പനിയുടെയാണ്. വളരെ എക്സലൻ്റായിട്ട് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല സൗണ്ട് ക്ലാരിറ്റിയാണ്. അതുകൂടാതെ ഡിജിടെക്കിൻ്റെയാണ് ഞാൻ LED റിംഗ് ലൈറ്റ് യൂസ് ചെയ്യുന്നത്. ഡിജിടെക്കിൻ്റെയാണ് ദിസ് വൺ. ഞാൻ കാണിക്കാം. ഈ റിംഗ് ലൈറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനത് യൂസ് ചെയ്തിട്ടില്ല, കാരണം ഈ സമയത്ത് നല്ല ലൈറ്റുണ്ട്. ഈ സമയത്ത് അതിൻ്റെ ആവശ്യം വരുന്നില്ല. സോ ഇത് ബെസ്റ്റ് വണ്ണാണ്. ഡിജിറ്റൽ LED റിംഗ് ലൈറ്റ്. നെക്സ്റ്റ് ഞാൻ വീഡിയോ ക്യാപ്ചർ ഡിവൈസ് ഉപയോഗിക്കുന്ന CamLink എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. CamLink വളരെ നല്ല പ്രോഡക്റ്റാണ്. വീഡിയോ ക്യാപ്ചർ ഡിവൈസിൽ ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റാണ് CamLink. നെക്സ്റ്റ് ഞാൻ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് മാക്ബുക്ക് പ്രോ M1 എന്ന് പറയുന്നൊരു ലാപ്ടോപ്പാണ്. ആപ്പിൾ ചിപ്പാണ്, ഇൻ്റൽ പ്രൊസസ്സറല്ല വരുന്നതിന്. ഇതിൽ ആപ്പിളിൻ്റെ ചിപ്പാണ്. അതുകൊണ്ട് തന്നെ അഡ്വാൻറ്റേജ് വളരെ സ്പീഡാണ്. ബാറ്ററി ബാക്കപ്പ് 20 മണിക്കൂറോളം ഉണ്ട്. ഒരു കാരണവശാലും ഹീറ്റ് ആവത്തില്ല. ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. മാക്ബുക്ക് പ്രോ M1 13 ഇഞ്ചാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 13 ഇഞ്ച്. ഓക്കെ. നെക്സ്റ്റ് ഞാൻ ഉപയോഗിക്കുന്ന ആപ്പിളിൻ്റെ ബേസിക് ഹെഡ്സെറ്റാണ് ഉപയോഗിക്കുന്നത്. ശരിക്കും ഈ ഒരു ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മൈക്രോഫോണിൻ്റെ ആവശ്യം വരുന്നില്ല. വളരെ നല്ല ഒരു ഹെഡ്സെറ്റാണ് ആപ്പിളിൻ്റെ. നല്ല ക്ലാരിറ്റിയാണ്, സൗണ്ട് ക്ലാരിറ്റിയാണ്. ഇതിലൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഫോണിൽ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൻ്റെ ഒരു ഹെഡ്സെറ്റ് മേടിച്ച്, ഇത് ഏത് ഫോണിലും സപ്പോർട്ട് ചെയ്യും. കാരണം ഇത് USB പോർട്ടല്ല വരുന്നത്. അതുപോലെ നോർമൽ ആണ് വരുന്നത്. ഉണ്ടല്ലോ, നോർമൽ പോർട്ടാണ് വരുന്നത്. നെക്സ്റ്റ് വണ്ണ് ഞാൻ ഈ മാക്കും CamLinkഉം ക്യാമറയോട് കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കണക്ടർ കാഡ്സിയുടെയാണ്. കാഡ്സിയാണ് കണക്ടർ. അതെല്ലാം ആമസോണിൽ അവൈലബിൾ ആണ്. ഞാൻ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ എൻ്റെ അഫിലിയേറ്റ് ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. കാരണം ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല, എല്ലാം നല്ല പ്രോഡക്റ്റാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ, ഇപ്പോൾ ഈ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്ന Ecamm Live എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലാണ്. ഓൺലി ഫോർ മാക്. Ecamm Liveൻ്റെ പ്രത്യേകത, ഒരേ സമയം നിങ്ങൾക്ക് സൂമിലേക്കും ഫേസ്ബുക്കിലേക്കും യൂട്യൂബിലേക്കും സ്ട്രീം ചെയ്യാനായിട്ട് സാധിക്കും. ഒരു കാരണവശാലും ഒരു പ്രോബ്ലം ഇല്ലാത്തൊരു സോഫ്റ്റ്വെയറാണ്. എക്സലൻ്റ് സോഫ്റ്റ്വെയറാണ്. ഓൺലി ഫോർ മാക്കാണ്. വിൻഡോസ് യൂസേഴ്സിന് പറ്റില്ല. നെക്സ്റ്റ് ക്യാൻവ. അതായത് ഞാൻ യൂട്യൂബ് തംബ്നെയിൽ അതുപോലെ ഇൻസ്റ്റാ പോസ്റ്റേഴ്സൊക്കെ ഡിസൈൻ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ക്യാൻവ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനാണ്. അത് ഫ്രീ വെർഷനാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്.
അപ്പോൾ ഇത്രയും നമുക്ക് ടൂൾസ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് കോഴ്സസ് റെക്കോർഡ് ചെയ്യാനായിട്ടും ഓൺലൈൻ ക്ലാസ്സസ് എടുക്കാനായിട്ട് സാധിക്കും. ഞാൻ ആമസോണിലതിൻ്റെ ഒന്ന് കാണിക്കാം. ഇതാണ് ദിസ് വൺ. ഇതാണ് ഈ ലൂമിക്സ് G95 ക്യാമറയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വണ് ഫിഫൈൻ T669 എന്ന് പറയുന്ന ഒരു ദിസ് വൺ. ഈ ഒരു കണ്ടൻസർ മൈക്രോഫോണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വണ് ക്യാംലിങ്ക്. ഇത് ഈ ക്യാംലിങ്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ദിസ് വൺ വീഡിയോ ക്യാപ്ചർ ഡിവൈസ്. അതായത് ലാപ്ടോപ്പിൽ നിന്ന്, ഇപ്പോൾ മാക് ആയതുകൊണ്ട് ഈ ഇതിൽ നിന്ന് നേരെ CAT-Cയിലേക്ക് കണക്ട് ചെയ്യും. CAT-Cയിൽ നിന്ന് ക്യാംലിങ്ക് കണക്ട് ചെയ്യും. ക്യാംലിങ്ക് ഡയറക്റ്റ് ക്യാമറയിലേക്ക് കണക്ട് ചെയ്യും. HDMI കേബിളുണ്ട്. അതായത് ഇവിടുന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് HDMI പോർട്ടുണ്ട്. ഇവിടുന്ന് ഡയറക്റ്റ് ക്യാമറയിലേക്ക് കൊടുക്കും. ഓക്കെ, നെക്സ്റ്റ് വണ് ഡിജിടെക് റിംഗ് ലൈറ്റ്. ഡിജിടെക്കിൻ്റെ ഈ റിംഗ് ലൈറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ദിസ് വൺ ഡിജിടെക്കിൻ്റെ ഈ റിംഗ് ലൈറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ആവശ്യമുള്ളൂ. അത്യാവശ്യം നല്ല വെട്ടമുണ്ട്. 3 കളറ് ലൈറ്റുണ്ട്. അത് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ യൂസ് ചെയ്തിട്ടില്ല, കാരണം ഡേ ലൈറ്റ് നന്നായിട്ടുള്ളതുകൊണ്ട്. നെക്സ്റ്റ് വൺ ഈസ് CAT-C. ഇതാണ് കണക്റ്റിംഗ് ഡിവൈസിന് ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ് ഫിഫൈൻ പറഞ്ഞു. ഡിജിടെക് റിംഗ് ലൈറ്റ് ട്രൈപോഡ് ക്യാമറ MacBook Pro M1. ഈ ലാപ്ടോപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വളരെ അഡ്വാൻസ്ഡ് വേർഷനാണ്. നല്ല സ്പീഡാണ്. ഒരു കാരണവശാലും ഹാങ് ആകത്തില്ല. ആപ്പിൾ യൂസ് ചെയ്യുന്ന ആളുകൾക്കറിയാമല്ലോ, ഒരു കാരണവശാലും ഹാങ് ആകത്തില്ല. വിൻഡോസ് പോലല്ല. പിന്നെ ബാറ്ററി ബാക്കപ്പ് 20 മണിക്കൂറോളമുണ്ട്. ഒരു കാരണവശാലും ഹീറ്റ് ആകത്തില്ല. ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ ഞാൻ എല്ലാ പ്രോഡക്ട്സിൻ്റെയും എൻ്റെ അഫിലിയേറ്റ് ലിങ്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒന്നും ആലോചിക്കാനില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ആ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട്. കാരണം ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റും വളരെ എക്സലൻ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സുകളാണ്. ഓക്കെ, എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്കോ ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായിട്ട് നെക്സ്റ്റ് ഡേയിൽ കാണാം. താങ്ക് യു സോ മച്ച്.